അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. നമ്മളൊക്കെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. ദുനിയാവ് പരീക്ഷണങ്ങളാൽ നിറക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഓരോ തരം പരീക്ഷണങ്ങളിലൂടെ, ഓരോ തരം പ്രയാസങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. ഏതെങ്കിലും ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പടച്ച റബ്ബിൽ വിശ്വസിച്ചുകൊണ്ട്, അവൻ്റെ സമയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ക്ഷമയുള്ളവരാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു ഞെരുക്കത്തോടൊപ്പം ഒരു എളുപ്പമുണ്ടെന്നാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും ഒരു വിജയം നമ്മെ തേടിയിരിപ്പുണ്ടാവും. പടച്ച റബ്ബിൻ്റെ വാക്കാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിക്കാം. ഒരു തവണയല്ല, 2 തവണയാണ് പടച്ച റബ്ബ് ഉറച്ചു പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ജീവിതത്തിൽ ആരെങ്കിലും ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത്. ക്ഷമയുള്ളവരായി തീരുക. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ആ പ്രയാസങ്ങളിൽ നിന്ന് നമുക്കൊരു മുക്തി ലഭിക്കാൻ വേണ്ടിയിട്ട്, ആശ്വാസം ലഭിക്കാൻ, സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട്, പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട്, ഖൈറായത് ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയൊരു ദുആയുണ്ട്. ദുആ വളരെ ചെറുതാണെങ്കിലും ഇതിൻ്റെ പവർ വളരെയധികം വലുതാണ്. വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിക്റാണിത്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസരങ്ങളിൽ ഈ ദിക്റിനെ നമ്മൾ അധികരിപ്പിക്കുക. നമുക്ക് എത്രത്തോളം കഴിയുന്നുവോ അത്രത്തോളം ചെയ്യുക. ഇത്രക്ക് എന്നുള്ളൊരു കണക്കില്ല, ഇത്ര ദിവസം എന്ന് കണക്കില്ല. നമുക്ക് നമ്മുടെ പ്രയാസം മാറുന്നത് വരെ നമുക്ക് ഈ ഒരു ദിക്റിനെ, നമ്മൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു ദിക്റിനെ ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ്. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, ഖൽബിൽ ഉറച്ചുകൊണ്ട്, പടച്ച റബ്ബിലേക്ക് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വേണം ഈ ഒരു ദിക്റിനെ നമ്മൾ ചൊല്ലാനായിട്ട്. ദിക്ർ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജ്അലുൽ ഹസന ഇദാ ശിഅത സഹ്ല. ഈ ഒരു ദിക്റിൻ്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്. അല്ലാഹുവേ, നീ എളുപ്പമാക്കിയതല്ലാതൊരു എളുപ്പവുമില്ല. നീ ഒരു എളുപ്പം നൽകുവാൻ ഉദ്ദേശിച്ചാൽ ഒരു പ്രയാസം നീ ഉണ്ടാക്കുന്നു. പ്രയാസം ഉണ്ടാക്കുന്നു എന്നുദ്ദേശിക്കുന്നത് എളുപ്പം നൽകുന്നതിന് മുമ്പ് ഒരു പ്രയാസം നൽകുന്നു എന്നാണ്. അതായത് ഒരു പ്രയാസത്തിന് ശേഷം നമുക്കൊരു എളുപ്പം ഉണ്ടാകും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, അർത്ഥം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ദിക്റിനെ ചൊല്ലാനായിട്ട്. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വ അൻത തജ്അലുൽ ഹസന ഇദാ ശിഅത സഹല. പടച്ച റബ്ബ് നമുക്കിതെല്ലാം ചൊല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ. വീഡിയോ നന്മ തോന്നിയാൽ, ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഭവങ്ങളും എല്ലാം പടച്ച റബ്ബ് നീക്കി നല്ലൊരു സമാധാനത്തോടെയുള്ളൊരു അന്തരീക്ഷം നൽകി നല്ല സമാധാനത്തോടെയുള്ളൊരു ജീവിതം പ്രദാനം ചെയ്യട്ടെ. ഇഹലോകത്തും പരലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും നമുക്കും പടച്ച റബ്ബ് എല്ലാവിധ പാപങ്ങളും പുറത്ത് നമ്മെ നന്മയിലേക്ക് നയിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.